ഇന്ന് മദേഴ്സ് ഡേ അല്ലെങ്കിൽ മാതൃദിനം എന്നത് ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കറിയാം എന്നും എനിക്കറിയാം. അപ്പോൾ എന്താണ് ഈ മദേഴ്സ് ഡേ, അല്ലെങ്കിൽ എന്താണ് നിങ്ങളുടെ അഭിപ്രായം ഈ മദേഴ്സ് ഡേയെക്കുറിച്ചുള്ള, അതൊന്ന് കമൻ്റായിട്ട് അറിയിക്കണേ. സ്വന്തം കുടുംബത്തിലും അതുകൂടാതെ സമൂഹത്തിലും അമ്മമാർ നൽകുന്ന സ്നേഹം, പരിചരണം, ത്യാഗങ്ങൾ, പങ്ക് ഇവയൊക്കെയും ആദരിക്കുന്നതിനായി സമർപ്പിച്ചിരിക്കുന്ന ഒരു പ്രത്യേക അവധി ദിനമാണ് ഈ മാതൃദിനം എന്നാണ് പറയപ്പെടുന്നത്. ചില സമയത്ത് എനിക്ക് തോന്നാറുണ്ട്, എന്തിനാണ് ഈ മദേഴ്സ് ഡേ എന്ന്? അമ്മമാർക്ക് വേണ്ടി പ്രത്യേക ഒരു ദിവസം വേണോ? എന്നാൽ ചില സമയത്ത് നേരെ തിരിച്ചും തോന്നാറുണ്ട് കേട്ടോ. ശരിയാ, അമ്മമാർക്ക് വേണ്ടി ഒരു ദിവസമെങ്കിലും മാറ്റി വയ്ക്കണം. ചില മക്കൾ ഒരു പ്രാധാന്യം കൊടുക്കാതിരിക്കുമ്പോൾ അങ്ങനെ ഒരു പ്രത്യേക ദിവസത്തിലെങ്കിലും ഒന്നുമില്ലെങ്കിൽ സ്റ്റാറ്റസോ അല്ലെങ്കിൽ ഒരു ചെറിയ ഗിഫ്റ്റായിട്ടോ ഒരു കാർഡായിട്ടോ ഒക്കെ അമ്മമാരുടെ അടുത്തേക്ക് ഓടിയെത്തുമ്പോൾ, അല്ലെങ്കിൽ അവരെ കൊണ്ടുപോയി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് കൊണ്ടുപോകുമ്പോഴോ, അല്ലെങ്കിൽ അവർക്ക് വേണ്ടിയിട്ട് സ്പെഷ്യലി എന്തെങ്കിലും ഒന്ന് കുക്ക് ചെയ്ത് കൊടുക്കുമ്പോഴോ ഒക്കെ ഒരു പ്രത്യേക ദിവസമാവും. അങ്ങനെ അമ്മമാർക്കും ഒരു പ്രത്യേക സന്തോഷം ഉണ്ടാവുമല്ലോ അല്ലേ? അപ്പം അങ്ങനെയൊക്കെ ഒരു ദിവസം വേണമെന്ന് ചില സമയത്ത് തോന്നാറുണ്ട്. എന്നാൽ ചില സമയത്ത് നേരെ തിരിച്ചും തോന്നാറുണ്ട് കേട്ടോ. അതിൻ്റെയൊക്കെ ആവശ്യമുണ്ടോ? എല്ലാ ദിവസവും നമുക്ക് അമ്മമാരെ ഒരുപോലെ നോക്കാം. അല്ലെങ്കിൽ നമ്മൾ അമ്മമാരാകുമ്പോൾ നമ്മൾ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മുടെ കടമകൾ ചെയ്യുന്നത് എന്നുള്ളത് അതിന് പ്രത്യേക ദിവസം അല്ലെങ്കിൽ ഒരു താങ്ക്സ് പറയേണ്ട ആവശ്യമുണ്ടോ, അല്ലെങ്കിൽ അതൊരു പ്രകടിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ എന്നും തോന്നാറുണ്ട് കേട്ടോ. രണ്ട് രീതിയിലും ഞാൻ ചിന്തിക്കാറുണ്ട്. 1900 തുടക്കത്തിൽ അമേരിക്കയിലാണത്രേ ഈ മോഡേൺ വേർഷൻ ഓഫ് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയത് എന്നാണ് പറയപ്പെടുന്നത്. അന്ന ജാർവിസ് എന്ന പേരുള്ള ഒരു സ്ത്രീ ആണ് ആദ്യമായിട്ട് ഈ ഫസ്റ്റ് ഒഫീഷ്യലി ഈ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത്, അല്ലെങ്കിൽ അത് ഓർഗനൈസ് ചെയ്തത് ആ ഒരു സ്ത്രീയാണ്. അതും 1908 ആണ് എന്നാണ് പറയപ്പെടുന്നത്. അതെന്തിനു വേണ്ടിയായിരുന്നു വെച്ചാൽ തൻ്റെ മരിച്ചുപോയ അമ്മയ്ക്ക് വേണ്ടി, ആൻ റവീസ് ജാവിസ് എന്ന പേരുള്ള അമ്മയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അങ്ങനെ ഒരു ദിവസം അവർ തിരഞ്ഞെടുത്തത്. പിന്നീട് 1914 വുഡ്രോ വിൽസൺ അമേരിക്കയിലെ മെയ് മാസത്തിൽ രണ്ടാമത്തെ സൺഡേ, അതായത് സെക്കൻഡ് സൺഡേ ആണ് മാതൃദിനമായിട്ട് ഔദ്യോഗികമായിട്ട് പ്രഖ്യാപിച്ചു. അവിടെ നിന്നങ്ങോട്ട് ലോകമെമ്പാടുമുള്ള പല രാജ്യങ്ങളിലേക്കും ആഘോഷം വ്യാപിച്ചു. എന്നിരുന്നാൽ പോലും ചില രാജ്യങ്ങൾ വേറെ ഡേറ്റ്, അതായത് വ്യത്യസ്തമായ തീയതികളിലാണ് ഇന്നും ഇത് മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നത് കേട്ടോ. കാലം പോകെ പോകെ നമ്മൾ മലയാളികളും ഒട്ടും പിന്നിലല്ല. നമ്മൾ മലയാളികളും നമ്മുടെ അമ്മമാർക്ക് വേണ്ടി അല്ലെ മദേഴ്സ് ഡേ സെലിബ്രേറ്റ് ചെയ്യാൻ തുടങ്ങിയിട്ട് കുറേ കാലമായി അല്ലേ? എന്തിന് പുറകോട്ട് നിൽക്കണം? അങ്ങനെ അമ്മമാർക്ക് വേണ്ടിയുള്ളൊരു പ്രത്യേക ദിവസം മിക്കവരും സ്റ്റാറ്റസും സ്റ്റോറീസും ഒക്കെ ഇട്ട് സെലിബ്രേറ്റ് ചെയ്യാറുണ്ട്. അത് മാത്രം പോരാ കേട്ടോ, അവരോടൊപ്പം ഒരു ദിവസം ചിലവഴിക്കുക. അമ്മമാർ ഇല്ലാതെ ഈ ലോകത്ത് ഒരുപാട് പേര് വിഷമിക്കുന്നുണ്ട്. ചിലർക്ക് ആ മിസ്സിങ് പലപ്പോഴും അനുഭവപ്പെടാറുണ്ട്. അത് പലരുടെയും കണ്ണുകളിൽ കൂടി നമ്മൾ കാണുന്നുമുണ്ട്. അപ്പോൾ അങ്ങനെ ഒരു ദിവസം നമ്മുടെ അമ്മമാർ നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമുക്ക് സെലിബ്രേറ്റ് ചെയ്യാൻ പറ്റുക എന്നത് നമ്മുടെ ഒരു ഭാഗ്യം തന്നെയായിട്ട് ഞാൻ കരുതുന്നുണ്ട് കേട്ടോ. അപ്പം എനിക്കും അങ്ങനെ ഒരു ഭാഗ്യമുണ്ടായി. എന്നാൽ ഇന്ന് എൻ്റെ അമ്മയ്ക്ക് വയ്യ, എന്നാൽ പോലും എനിക്ക് അങ്ങനെ ഒരു ചാൻസ് കിട്ടിയിരുന്നു. അത് ഞാൻ ഇന്നും ഒരുപാട് സന്തോഷത്തോടെ ഓർക്കുന്ന ഒരു ദിവസമാണ്. അല്ലെങ്കിൽ കുറേ ദിവസങ്ങളാണ് എനിക്ക് അതിനുള്ള ചാൻസ് കിട്ടി. ഇപ്പം എൻ്റെ അമ്മയ്ക്ക് വയ്യ എങ്കിലും എനിക്ക് എന്നെ ഇഷ്ടമുള്ള സ്ഥലങ്ങളിലും ഇഷ്ടമുള്ള കാര്യങ്ങളും ഒക്കെ എൻ്റെ അമ്മയ്ക്ക് വേണ്ടി എനിക്കും ചെയ്തു കൊടുക്കാൻ പറ്റി എന്ന് ഓർക്കുമ്പോൾ ഞാൻ അഭിമാനിക്കുന്നുണ്ട്. ഒരു പക്ഷേ മുൻപ് പല ദിവസങ്ങളിലും ഞാനും എൻ്റെ അമ്മയുമായിട്ട് പലപ്പോഴും അടിയും വഴക്കും ഒക്കെ ഉണ്ടാക്കിയിട്ടുണ്ട്, മിണ്ടാതെ ഇരുന്നിട്ടുണ്ട്. പക്ഷേ ഇന്നത് ഓർക്കുമ്പോൾ, നഷ്ടപ്പെടുത്തിയ ദിവസങ്ങളെ ഓർക്കുമ്പോൾ വിഷമമൊക്കെ ഉണ്ട് കേട്ടോ. എന്നിരുന്നാൽ പോലും ഇന്ന് ഇപ്പോൾ ഒരുപാട് ഈ ഒരു ദിവസത്തിലെങ്കിലും ഇത് പറയാൻ പറ്റിയതിൽ ഞാൻ സന്തോഷത്തിലാണ്. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ എൻ്റെ അഭിപ്രായങ്ങളൊക്കെയാണ് ഞാനിത് പറഞ്ഞത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത്. അതുപോലെ തന്നെ നമുക്ക് ഈ സമയത്ത് അന്ന ജാർവിസിനെ പോലുള്ളവർക്ക് ഒരു താങ്ക്സ് പറയണം അല്ലേ? അമ്മമാർക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ ഡേ തന്നതിന്. ചുരുക്കം പറഞ്ഞാൽ നിങ്ങൾ ഈ തിരക്കിട്ട ജീവിതത്തിനിടയിൽ ഒരു ദിവസം അമ്മമാർക്ക് വേണ്ടി മാറ്റി വെച്ചാൽ അതെന്തുകൊണ്ടും ജീവിതത്തിൽ ഒരു സന്തോഷമുള്ള ദിവസം തന്നെ ആയിരിക്കും കേട്ടോ. അവരും അത് ആഗ്രഹിക്കുന്നുണ്ടാവും. അവരോടൊപ്പം ഒരു ദിവസം അടുത്തിരുന്ന് കുറേ നേരം സംസാരിച്ച് ഇരിക്കാൻ അമ്മമാരും ഇതൊക്കെ ആഗ്രഹിക്കുന്നുണ്ടാവുന്നേ. അപ്പോൾ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻസായി അറിയിക്കാൻ മറക്കരുതേ. അപ്പോൾ മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം. താങ്ക് യു, ബൈ.